ഹായ് വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. SSLC കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇവിടെ അയോണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 1s2 2s2 2p6 3s2 3p6 3d6 4s2 എന്ന് നൽകിയിരിക്കുന്നു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഓക്സിഡേഷൻ നമ്പർ ഓഫ് Fe in FeCl3. നിങ്ങൾ എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഈ പറഞ്ഞ FeCl3 യിലെ ഓക്സിഡേഷൻ നമ്പർ അല്ലെ, Fe യുടെ ഓക്സിഡേഷൻ നമ്പർ നമുക്കറിയാം. ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -1 ആണ്. അതുകൊണ്ട് 3 ക്ലോറിൻ ആവുമ്പോൾ ഇവിടെ ടോട്ടൽ ക്ലോറിന്റെ ഓക്സിഡേഷൻ നമ്പർ -3ഉം അയോണിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ FeCl3 യിലെ Fe യുടെ ഓക്സിഡേഷൻ നമ്പർ +3 ആണ് കേട്ടോ. ഓക്കേ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Fe2+ ഇൻ FeCl2. FeCl2 യിലെ Fe2+ ന്റെ കോൺഫിഗറേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഓൾറെഡി Fe യുടെ കോൺഫിഗറേഷൻ കാണുന്നുണ്ട്. ഇതിൽ 2+ എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോണെ കുറച്ച് എഴുതിയാൽ മതി. അപ്പോൾ ഏത് ഇലക്ട്രോൺസിനെയാണ് ഇവിടുന്ന് കുറയ്ക്കേണ്ടത്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺസിൽ നിന്ന് 2 ഇലക്ട്രോൺസിനെ കുറയ്ക്കണം. അപ്പൊ 4s ൽ നിന്ന് 2 ഇലക്ട്രോൺസിനെ കുറച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? Fe2+ ന്റെ കോൺഫിഗറേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 1s2 2s2 2p6 3s2 3p6 3d6 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഈ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് വെച്ചിട്ട് മാംഗനീസിന്റെ ചോദ്യവും നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇനി നമുക്ക് Fe3+ ന്റെ ഒരു കോൺഫിഗറേഷൻ കൂടി നോക്കാം. ഇവിടെ നമ്മൾ Fe2+ എഴുതി. ഇനി അടുത്ത് നമ്മൾ Fe3+ ആണ് എഴുതുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് Fe യുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് 3 ഇലക്ട്രോൺസിനെ കളഞ്ഞാൽ മാത്രമേ Fe3+ ന്റെ കോൺഫിഗറേഷൻ കിട്ടുകയുള്ളൂ. അപ്പൊ നമുക്കറിയാം 1s2 2s2 2p6 3s2 3p6 പിന്നെ 3d5 ആയിരിക്കും വരിക. കാരണം ഇവിടുത്തെ 2 ഇലക്ട്രോണും ഈ 3dയിലെ ഒരു ഇലക്ട്രോണും കൂടി കളഞ്ഞാലേ നമുക്ക് ടോട്ടൽ 3 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയിട്ട് Fe3+ ന്റെ കോൺഫിഗറേഷൻ എഴുതാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ 2 കോൺഫിഗറേഷനും കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ ടേബിൾ ആണ്. പക്ഷെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പറും അത് ബേസ് ചെയ്തിട്ടുള്ള സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് കേട്ടോ. നിങ്ങൾ ഓൾറെഡി Fe2+ Fe3+ കണ്ടില്ലേ? അതുപോലെ ആയിരിക്കും നമ്മുടെ മാംഗനീസിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ നിങ്ങൾ ഫസ്റ്റ് കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ MnCl2. MnCl2 ൽ 2 ക്ലോറിന് -2 ആയിരിക്കും ചാർജ്. അങ്ങനെയാണെങ്കിൽ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +2 ആയിരിക്കും. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് എന്ന് പറഞ്ഞാൽ +2 ആയിരിക്കും. അപ്പോൾ +2 എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി. അപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എഴുതാൻ പറ്റും 1s2 2s2 2p6 3s2 3p6 പിന്നെ 3d5 എന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റുള്ളൂ. ബിക്കോസ് 4s ൽ നിന്ന് 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി. അടുത്ത ചോദ്യം Mn2O3 ആണ്. Mn2O3 ല് Mn ന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾക്കറിയാം 3 2 6 6/2 +3 വരും അല്ലേ? അതായത് മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +3 വരും. +3 എന്ന് പറഞ്ഞാൽ ഈ കോൺഫിഗറേഷനിൽ നിന്ന് 3 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി എഴുതിയാൽ നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റും 1s2 2s2 2p6 3s2 3p6 3d4 എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം Mn2O7 ആണ്. Mn2O7 ല് 7 2s are 14 14/2 എത്ര വരും? +7 ആണ് ഇവിടുത്തെ ഓക്സിഡേഷൻ നമ്പർ വരിക. അപ്പൊ +7 ആണ് Mn ന്റെ ഓക്സിഡേഷൻ നമ്പർ. ഓക്കെ, അപ്പൊ ഓക്സിഡേഷൻ നമ്പർ +7 കിട്ടിയാൽ ഇതിൽ നിന്ന് 7 ഇലക്ട്രോൺസിനെ കുറച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? Mn +7 ന്റെ കോൺഫിഗറേഷൻ കിട്ടും. അപ്പൊ നമുക്ക് എഴുതാലോ 1s2 2s2 2p6 3s2 3p6 എന്ന് പറഞ്ഞിട്ട് വരുള്ളൂ. ബിക്കോസ് ഇവിടെ നിന്ന് 7 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തി. ഇനി അടുത്തത് MnO2 ലെ Mn ന്റെ ഓക്സിഡേഷൻ നമ്പർ ആണ് നമുക്ക് കാണേണ്ടത്. ഇവിടെ നിങ്ങൾക്കറിയാം 2 ഓക്സിജന് -2 വെച്ച് നിങ്ങൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും ഓക്സിജന് -4 എന്ന് കിട്ടും. മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ അപ്പോൾ നമുക്ക് കിട്ടും +4. ഓക്സിഡേഷൻ നമ്പർ ഓഫ് മാംഗനീസ് ഇൻ MnO2 എന്ന് പറയുന്നത് +4 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ Mn4+ ന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞാൽ 4 ഇലക്ട്രോൺസിനെ നിങ്ങൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നിന്ന് കുറച്ച് എഴുതണം. അപ്പോൾ നമുക്ക് കിട്ടും 1s2 2s2 2p6 3s2 3p6 3d3 എന്നായിരിക്കും കിട്ടുക. ബിക്കോസ് 4 ഇലക്ട്രോൺസിൽ 2 ഇലക്ട്രോൺസ് 4s ൽ നിന്നും ബാക്കി 2 ഇലക്ട്രോൺസ് 3d യിൽ നിന്നും നഷ്ടപ്പെടുത്തും. 3d യിൽ ഓൾറെഡി 5 എണ്ണം ഉണ്ടായിരുന്നു. അതിൽ 2 എണ്ണം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ടാവും. അപ്പൊ 3d 3 ആയിരിക്കും കിട്ടുക. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഈ ചോദ്യം ചോദിക്കാൻ സാധ്യതകളാണ് ഒന്നില്ലെങ്കിൽ മാംഗനീസിന്റെ അല്ലെങ്കിൽ Fe2+ അല്ലെങ്കിൽ Fe3+ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് കേട്ടോ. ഓക്കെ ആണല്ലോ? എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം.